മൈത്രി വിഷനിലേക്ക് സ്വാഗതം. അന്തരിച്ച നസീമ ടീച്ചർക്ക് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. വനിതാ ലീഗ് സംസ്ഥാന ട്രഷററും അജാനൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ പി നസീമ ടീച്ചർക്ക് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. അസുഖത്തെ തുടർന്ന് അന്തരിച്ച നസീമ ടീച്ചറുടെ ഭൗതിക ശരീരം ഒരു നോക്ക് കാണാൻ സമൂഹത്തിന്റെ നാനാ ഭാഗത്തു നിന്നും നിരവധി ആളുകളാണ് അജാനൂർ കൊളവയിൽ എത്തിച്ചേർന്നത്. ടീച്ചറുടെ വിയോഗമറിഞ്ഞ് കേരളത്തിൻ്റെ പല പ്രദേശങ്ങളിലായി നിരവധി ആളുകളാണ് കൊളവയിൽ എത്തിച്ചേർന്നത്. പ്രിയപ്പെട്ട ടീച്ചർക്ക് യാത്രാമൊഴി നൽകാൻ സമൂഹത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നുള്ള ആളുകളും സഹപ്രവർത്തകരും ഒരു നോക്ക് കാണാൻ വേണ്ടി ടീച്ചറിൻ്റെ വസതിയിൽ എത്തിച്ചേർന്നു. വനിതാ ലീഗിൻ്റെ സംസ്ഥാന ഭാരവാഹികൾ, മുസ്ലിം ലീഗിൻ്റെ ജില്ലാ ഭാരവാഹികൾ, രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി ആളുകളാണ് ടീച്ചറിൻ്റെ വസതിയിൽ എത്തിച്ചേർന്നത്. രാത്രിയോടുകൂടി ടീച്ചറിൻ്റെ ഭൗതിക ശരീരം കൊളവയിൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കി. ആദ്യം പള്ളിക്കകത്തുള്ളവർ നിശ്ചയിക്കാം, പുറത്തുള്ളവർക്ക് വീണ്ടും കയറി നിശ്ചയിക്കാവുന്നതാണ്. 2 തവണയായി നിശ്ചയിക്കാൻ ജനവാഹനം കൊണ്ട് അങ്ങനെയാണ്. പുറത്തുള്ളവരിപ്പോൾ പുറത്ത് തന്നെ നിൽക്കുക, അകത്തുള്ളവർ നിശ്ചയിച്ചതിന് ശേഷം പുറത്തുള്ളവർക്ക് വീണ്ടും വന്ന് നിശ്ചയിക്കാവുന്നതാണ്. രാത്രിയോടുകൂടി ടീച്ചറിന്റെ ഭൗതിക ശരീരം കൊളവയിൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കി. മയ്യത്ത് നിസ്കാരത്തിനും പ്രാർത്ഥനയ്ക്കും വേണ്ടി നിരവധി ആളുകളാണ് കൊളവയിൽ ജുമാ മസ്ജിദിൽ എത്തിച്ചേർന്നത്. ആളുകളുടെ ബാഹുല്യം കാരണം പള്ളി നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. ടീച്ചറുടെ വിയോഗം നാടിനും നാട്ടുകാർക്കും താങ്ങാനാവുന്നതിനും അപ്പുറമാണ്. അന്തിമ വിചാരമർപ്പിക്കാൻ സമൂഹത്തിന്റെ നാനാഭാഗത്തു നിന്നെത്തിയ ആളുകൾ കൊളവയിൽ ഖബർസ്ഥാനിൽ നിറഞ്ഞു കവിഞ്ഞു. നിസ്കാരത്തിനായി പള്ളിയും നിറഞ്ഞു കവിഞ്ഞു. പ്രിയപ്പെട്ട ടീച്ചർക്ക് അന്ത്യയാത്ര നൽകാൻ ഒരുപാട് ആളുകളാണ് എത്തിയത്. രാത്രിയോടുകൂടി ഭൗതിക ശരീരം ഖബറടക്കി. ആദ്യം പള്ളിക്കകത്തുള്ളവർ നിശ്ചയിക്കാം, പുറത്തുള്ളവർക്ക് വീണ്ടും കയറി നിശ്ചയിക്കാവുന്നതാണ്. 2 തവണയായി നിശ്ചയിക്കാൻ ജനവാഹനം കൊണ്ട് അങ്ങനെയാണ്. പുറത്തുള്ളവരിപ്പോൾ പുറത്ത് തന്നെ നിൽക്കുക, അകത്തുള്ളവർ നിശ്ചയിച്ചതിന് ശേഷം പുറത്തുള്ളവർക്ക് വീണ്ടും വന്ന് നിശ്ചയിക്കാവുന്നതാണ്. വനിതാ ലീഗിന്റെ സംസ്ഥാന ട്രഷറർ പി നസീമ ടീച്ചറുടെ വിയോഗത്തിൽ മുസ്ലിം ലീഗ് അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുശോചന യോഗവും നടന്നു. അനുശോചന യോഗത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ വിവിധ വ്യക്തികൾ അനുസ്മരിച്ച് സംസാരിച്ചു. അന്തരിച്ച നസീമ ടീച്ചർക്ക് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. വനിതാ ലീഗ് സംസ്ഥാന ട്രഷററും അജാനൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ പി നസീമ ടീച്ചർക്ക് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. അസുഖത്തെ തുടർന്ന് അന്തരിച്ച നസീമ ടീച്ചറുടെ ഭൗതിക ശരീരം ഒരു നോക്ക് കാണാൻ സമൂഹത്തിന്റെ നാനാ ഭാഗത്തു നിന്നും നിരവധി ആളുകളാണ്
അജാനൂർ കൊളവയിൽ എത്തിച്ചേർന്നത്. ടീച്ചറുടെ വിയോഗമറിഞ്ഞ് കേരളത്തിൻ്റെ പല പ്രദേശങ്ങളിലായി നിരവധി ആളുകളാണ് കൊളവയിൽ എത്തിച്ചേർന്നത്. വനിതാ ലീഗ് സംസ്ഥാന ട്രഷറർ PP നസീമ ടീച്ചറുടെ വിയോഗം വനിതാ ലീഗിന് കനത്ത നഷ്ടമാണെന്ന് സംസ്ഥാന പ്രസിഡന്റ് സുഹറ മമ്പാട് മൈത്രി വിഷനോട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 30 വർഷത്തിലധികമായി വനിതാ ലീഗിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും കൂടെ നിന്ന് ജില്ലാ പ്രസിഡൻ്റായും ജില്ലാ ജനറൽ സെക്രട്ടറിയായും ഇപ്പോൾ സംസ്ഥാന വനിതാ ലീഗിൻ്റെ ട്രഷററായും പ്രസ്ഥാനത്തിന് മുതൽക്കൂട്ടായിട്ട് കൂടെ നിൽക്കുന്ന പ്രഗത്ഭയായ, അതോടൊപ്പം തന്നെ എല്ലാ പ്രവർത്തനങ്ങളിലും രാഷ്ട്രീയ മണ്ഡലത്തിനപ്പുറത്തേക്ക് ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും സാമൂഹ്യക്ഷേമ പ്രവർത്തന രംഗത്തും അതുപോലെ തന്നെ അവർ ഔദ്യോഗിക വൃത്തിയിലും ഒക്കെ തന്നെ സൂക്ഷ്മത പുലർത്തി സുതാര്യമായി സേവനമനുഷ്ഠിക്കുന്ന പ്രിയപ്പെട്ട നസീമ ടീച്ചർ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് തീരാ നഷ്ടമാണ്. കാരണം ഞങ്ങളുടെ ഓരോ മീറ്റിങ്ങിലും വളരെ ക്രിയാത്മകമായി എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് ഞങ്ങൾക്ക് ഉപദേശങ്ങൾ നൽകാനും നിർദ്ദേശങ്ങൾ നൽകാനും അതോടൊപ്പം തന്നെ പ്രവർത്തന മണ്ഡലത്തിൽ വളരെ കൃത്യനിഷ്ഠയോടുകൂടി സേവനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇന്നില്ലാതായിരിക്കുന്നത്. ഞങ്ങൾക്ക് മാത്രമല്ല ഈ നാടിനും അത് വല്ലാത്തൊരു ആഘാതം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇവിടുത്തെ ജനക്കൂട്ടത്തെ കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായിരുന്നാലും അവർക്ക് സർവശക്തനായ രക്ഷിതാവ് അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ, ആഖിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കാനുള്ളത്. നസീമ ടീച്ചർക്ക് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. ഈ വാർത്ത നിങ്ങളിലേക്ക് എത്തിച്ചത് കരീം മൈത്രി വിഷൻ.